കണ്ണൂർ അഴീക്കോട് സ്വദേശി ഫുജൈറയിലുണ്ടായ വാഹനാപകടത്തിൽ മരണപ്പെട്ടു. അഴീക്കോട് മാവിലയിൽ വീട്ടിൽ മുരളീധരനാണ് മരണപ്പെട്ടത്. ഇക്കഴിഞ്ഞ ദിവസം ചൊവ്വാഴ്ച രാത്രി ഫുജൈറ കോർണിഷിൽ നടക്കാൻ പോയ ശേഷം അദ്ദേഹം വീട്ടിലേക്ക് മടങ്ങി വരികയായിരുന്നു. അങ്ങനെ റോഡ് മുറിച്ചു കടക്കുന്ന സമയത്താണ് വാഹനാപകടമുണ്ടായത്. 56 വയസ്സായിരുന്നു. ഭാര്യയും 2 ആൺമക്കളുമാണ് അദ്ദേഹത്തിനുള്ളത്. ഫുജൈറയിലെ സാംസ്കാരിക മേഖലയിലെ സജീവ സാന്നിധ്യമായിരുന്നു മുരളി നമ്പ്യാർ. ബലിപെരുന്നാളിനോടനുബന്ധിച്ചുള്ള ആഘോഷ പരിപാടികൾക്കുള്ള ഒരുക്കങ്ങൾ UAEയുടെ വിവിധ എമിറേറ്റുകളിൽ വളരെ ഗംഭീരമായി തന്നെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഗ്ലോബൽ വില്ലേജ് ഒക്കെ അടച്ചതുകൊണ്ട് പലരും ചോദിച്ചു ഫയർ വർക്സിന്റെ കാര്യമൊക്കെ എങ്ങനെയാണെന്ന്. ഗ്ലോബൽ വില്ലേജിൽ ഇല്ല എന്നേ ഉള്ളൂ, മറ്റ് പലയിടങ്ങളിലും വിവിധ എമിറേറ്റുകളിൽ ഇതിനോടകം ഫയർ വർക്സും മറ്റ് ആഘോഷ പരിപാടികളുടെ ടൈമിങ്ങുകളും ഒക്കെ അനൗൺസ് ചെയ്തിട്ടുണ്ട്. ദുബായ് പാർക്സ് ആൻഡ് റിസോർട്ട്സിന്റെ ഭാഗമായുള്ള റിവർ ലാൻഡിൽ ഗംഭീരമായ ഫയർ വർക്സ് ആണ് അനൗൺസ് ചെയ്തിരിക്കുന്നത്. നാളെയും മറ്റന്നാളും ജൂൺ 5-ാം തീയതി വ്യാഴാഴ്ചയും ജൂൺ 6-ാം തീയതി വെള്ളിയാഴ്ചയും രാത്രി 9 മണിക്കാണ് റിവർ ലാൻഡിൽ ഫയർ വർക്സ് ഉണ്ടാവുക. ഇതിന്റെ മുന്നോടിയായി രാത്രി 7:30-നും 8:20-നും ഇതിനുശേഷം 9:30-ക്കും റിവർ ലാൻഡിൽ വളരെ മനോഹരമായ ലേസർ ഷോയും അരങ്ങേറും. അബുദാബിയിലും പല പ്രൈം ലൊക്കേഷൻസിലും ഫയർ വർക്സ് നടക്കുന്നുണ്ട്. യാസ് ഐലൻഡിൽ യാസ് ബേ വാട്ടർ ഫ്രണ്ടിൽ 3 ദിവസമാണ് ഫയർ വർക്സ് നടക്കുന്നത്. രാത്രി 9 മണിക്ക്. ഡേറ്റുകൾ ഇതൊക്കെയാണ്. പെരുന്നാൾ ദിവസം ജൂൺ 6-ാം തീയതി വെള്ളി, ജൂൺ 7-ാം തീയതി ശനി, ജൂൺ 8-ാം തീയതി ഞായർ. ഈ 3 ദിവസങ്ങളിലും യാസ് ബേ വാട്ടർ ഫ്രണ്ടിൽ ഫയർ വർക്സ് നടക്കുന്നുണ്ട്. അബുദാബി കോർണിഷിലും പെരുന്നാൾ ദിവസം ജൂൺ 6-ാം തീയതി വെള്ളിയാഴ്ച രാത്രി 9 മണിക്ക് ഫയർ വർക്സ് നടക്കും. അലൈനിൽ ഹസ ബിൻ സയ്യിദ് സ്റ്റേഡിയത്തിൽ രാത്രി 9 മണിക്ക് ഇതിനോടനുബന്ധിച്ചുള്ള 3 ദിവസവും ഫയർ വർക്സ് നടക്കുന്നുണ്ട്. ഇതൊന്നും കൂടാതെ അബുദാബിയിലെ റീം ഐലൻഡിലും ഹുദൈരിയാത്ത് ഐലൻഡിലും ബലിപെരുന്നാളിനോടനുബന്ധിച്ചുള്ള ആഘോഷ പരിപാടികളും ഫയർ വർക്സും നടക്കുന്നുണ്ട്. ഷാർജയിലെ കാര്യം നോക്കുകയാണെങ്കിൽ അൽജദ, മസാർ തുടങ്ങിയ റെസിഡൻഷ്യൽ ഏരിയകളിലും ഫയർ വർക്സ് നടക്കുമെന്ന് അറിയിച്ചിട്ടുണ്ട്. ദുബായ് വാർത്ത തികച്ചും ലോക്കൽ. 2025 ജൂൺ 4-ാം തീയതി ബുധനാഴ്ച.